ഇന്നലെ രാത്രി കൊണ്ടുവന്ന ഒരു ലോഡ് ചെടിയാണ് നമ്മളിന്ന് വീഡിയോ മൊത്തം കാണാതെ പോരുത്. ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നഴ്സറിയിൽ കുറേ വെറൈറ്റി റോസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം ആ വെറൈറ്റി റോസുകളൊക്കെ ഒന്ന് കാണാനും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇറങ്ങിയാണ് സെറ്റ് ചെയ്തേക്കുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കുക. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം തരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ ആദ്യമായിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല കിഡിലം വെറൈറ്റി ആയിട്ടുള്ള വയലറ്റ് റോസാണ്. ഇതാണ് വയലറ്റ് റോസ്. അതേപോലെ തന്നെ ഇത് പാച്ചഡ് വെറൈറ്റി റോസസ്, അതായത് ചെറിയ ബ്രഷിന് പെയിൻറ്റ് ഉപയോഗിച്ച് കണക്കിരിക്കും, നല്ല ഭംഗിയിലെ കാണാൻ. അതേപോലെ അതിൻ്റെ ഒരു സെറ്റാണ് ഇന്നലെ രാത്രി വന്നിറങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നഴ്സറി വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. ദയവ് ചെയ്ത് ഒന്നും പറയരുത്. പുതിയ ലോഡ് വരുമ്പോൾ അതിനകത്ത് ഇതേപോലെയുള്ള നല്ല വെറൈറ്റി വരും. അടിപൊളി വെറൈറ്റി ബട്ടൺ വെറൈറ്റി റോസ്, അതായത് നാടൻ വെറൈറ്റി, ബഡ് അല്ലാത്ത വെറൈറ്റി റോസുകൾ ഇപ്പോൾ ആളുകൾക്ക് വാങ്ങാനൊക്കെ ഒരു പ്രിയമായിരിക്കും. അങ്ങനെയുള്ള നാടൻ വെറൈറ്റി ബട്ടൺ റോസും നാടൻ വെറൈറ്റി ബഡ് അല്ലാത്ത വയലറ്റ് റോസും കുറേശ്ശെ കിട്ടിയിട്ടുണ്ട്. ഒരു 1200 പ്ലാന്റ് മൊത്തത്തിൽ വയലറ്റ് റോസ്. എന്നിട്ടും അതിനകത്ത് എണ്ണി പറയും കുറച്ച്. അതേപോലെ തന്നെ ഫെയറി റോസ്, വൈറ്റ് മിനിയേച്ചർ വെറൈറ്റി, ഫെയറി എന്നറിയപ്പെടുന്നൊരു വെറൈറ്റി റോസാണ്. നമ്മൾ സാധാരണ രീതിയിൽ പറയുമ്പോഴത്തേക്ക് ഫെയറി റോസ് എന്ന് പറയും. അതിൻ്റെ നല്ല കിഡിലം പ്ലാന്റ്, കിഡിലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചെറിയ കവറിനകത്താണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. നമ്മൾ വണ്ടിക്കകത്ത് ഇറക്കിയിട്ട് അവനെ സൈഡിൽ പാർക്ക് ചെയ്തേക്കുവാണ്. അന്നേരം അവിടെ ഫ്രണ്ടിൽ, നമ്മളെ നഴ്സറിയുടെ ഫ്രണ്ടിൽ ഇറക്കി വെച്ചേക്കുന്ന ഒരു ലോഡ് റോസ്, അതേപോലെ തന്നെ പെറ്റൂണിയ, അതേപോലെ ഡയാന്തസ്, ഈ കാണുന്ന ഡയാന്തസ്, അതേപോലെ ഡയാന്തസിൻ്റെ പല വെറൈറ്റികൾ, അതേപോലെ തന്നെ കുറച്ച് ബന്ദിപ്പൂ, ജമന്തി, അതായത് ക്രിസാന്തിമ വെറൈറ്റി, നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി പ്രാവശ്യം പോയപ്പോൾ കിട്ടിയിട്ടില്ല. അത് വൃത്തിയില്ലായിരുന്നു പ്ലാന്റ്, അത് കാരണം എടുത്തിട്ടില്ല. അതേപോലെ തന്നെ പെറ്റൂണിയ പ്ലാന്റ്, പെറ്റൂണിയയുടെ കുറേ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഒരു 500 പ്ലാന്റ് ഉണ്ട്. എന്നാലും നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 2 ദിവസം കൊണ്ടൊരു പരിപാടിയുണ്ട്. അവിടുത്തേക്കും കൂടെ കുറേ പ്ലാന്റ് വന്നിട്ടുണ്ട്. അന്നേരം കുറച്ച് പ്ലാന്റ്, എല്ലാ വെറൈറ്റിയും നമുക്കിവിടെ വെക്കാനുള്ള സ്ഥല സൗകര്യം ഇല്ലാത്തതിനാൽ വീട്ടിൽ തന്നെ കുറേ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന പ്ലാന്റുകളാണ്. രാവിലെ പോയപ്പോൾ എടുത്തതാണ്. അന്നേരം രാത്രി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടതിന് ശേഷം രാവിലെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ്. അതേപോലെ തന്നെ കുറേ ലിപ്സ്റ്റിക് പ്ലാന്റ്, കുറച്ച് 2000-ഓളം ലിപ്സ്റ്റിക്ക്, അഗ്ലോണിമ ലിപ്സ്റ്റിക്ക്, അതെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് പ്ലാന്റ് കാണാനായിട്ട്. അതും ഹോൾസെയിലായിട്ട് കൊടുക്കാനായിട്ട് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഹോൾസെയിൽ ആയിട്ട് പ്ലാന്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. അതേപോലെ ഇത് കലാത്തിയ ലൂട്ടിയാണ്, ലൂട്ടിയുടെ കുറച്ച് പ്ലാന്റ്. അതേപോലെ തന്നെ അതിൻ്റെ സമ്മർ സ്നോ റോസ് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ചെറിയ ചട്ടിയിലുള്ള റോസ് പ്രാവശ്യം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. വലിയ കവറിലുള്ള റോസും കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇത് മീഡിയം സൈസ് കവറിലുള്ള റോസ്, മൊത്തം റോസ് കേട്ടോ. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇവിടെ വന്ന് കണ്ടിട്ടുള്ള ആളുകൾക്കും മനസ്സിലാവും. വീടിൻ്റെ ഫ്രണ്ടേജ് ഫുള്ള് ഇപ്പം റോസ് വെച്ച് അലങ്കരിച്ച് സെറ്റാക്കിയിട്ടേക്കുവാണ്. നല്ല ഭംഗിയല്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല, ഇങ്ങനെ നിറച്ച് പൂത്ത് കിള്ളി പറങ്ങുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ജെറിബറയുടെ അതൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, കുറച്ച് പ്ലാന്റ് വന്നിട്ടുള്ളത് 300-400 പ്ലാന്റാണ് ആകെ അതിനകത്ത് വന്നിട്ടുള്ളത്. അന്നേരം അതൊക്കെ ഹോൾസെയിലുകാരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നുള്ളിപ്പറക്കി എടുക്കും. എന്നാലും അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്കത് കാണാനും കൊല്ലത്തൊക്കെ വരുന്ന സമയത്തൊന്ന് വന്ന് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഉറപ്പൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നുള്ളിപ്പറക്കി നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ചെമ്പരത്തിക്കായിരിക്കും ഓടി വരുന്നത്. പക്ഷേ ചിലപ്പം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യമേ വരുന്നവർക്ക് അല്ലേ, അതേപോലെ തന്നെ ആദ്യമേ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. വേറൊന്നും വിചാരിക്കരുത്, മനഃപൂർവ്വം ആർക്കും തരാതിരിക്കുന്നതൊന്നും അല്ല. കാശ്മീർ റോസ് പിന്നെ ഓൺലൈൻ നമ്മൾ കുറച്ച് ചെയ്യുന്നുള്ളൂ. കാര്യം അവിടെ വന്ന് ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി എടുത്തിടാം. ഓൺലൈനിൽ അയക്കുമ്പോൾ പ്ലാന്റ് സേഫായിട്ട് കിട്ടുന്ന കുറവാണ്. അതുകൊണ്ടൊന്ന് ഓർക്കുക. ഞങ്ങൾ പാക്ക് ചെയ്ത് അയച്ചാലും ചില സമയത്ത് കൊറിയറിൽ കറക്റ്റായിട്ടുള്ള പിൻകോഡ് കിട്ടാത്ത പ്രശ്നമാണ്. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഇറക്കി വെച്ചേക്കുന്ന റോസുകളാണ്. അന്നേരം ഇത് ചെറിയ കവർ റോസാട്ടോ. ഇത് റീറ്റെയിൽ നമ്മൾ 30 രൂപ വെച്ചിട്ട് കൊടുക്കുന്ന റോസാണ്. 30 രൂപ നിരക്ക് കൊടുക്കുന്ന നല്ല ഹെൽത്തിയുള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 50 രൂപ നിരക്ക് കൊടുക്കുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ബട്ടൺ റോസാണ് കൂടുതലുള്ളത്. 50 രൂപ റീറ്റെയിൽ പ്രൈസാണ്, ഹോൾസെയിൽ അല്ല, റീറ്റെയിൽ പ്രൈസ്. അതേപോലെ തന്നെ ബട്ടൺ റോസ്, അതേപോലെ തന്നെ മിനിയേച്ചർ റോസ്, അതേപോലെ ഇത് ചട്ടിയോട് കൂടിയുള്ള റോസ്. അതിനകത്ത് കുറേ നല്ല വെറൈറ്റികൾ എടുക്കാൻ പറ്റും. ആദ്യമേ ഈ ലോഡ് വരുമ്പോൾ ഉള്ള നമ്മളെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി സെലക്ട് ചെയ്യുന്നവർക്ക് എടുത്തുണ്ടോ. അതാണ് നമ്മൾ ഫ്രണ്ടേജ് ആട്ടോ. അതിനകത്ത് കുറേ പ്ലാന്റുകൾ ഇപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റൊക്കെ കിട്ടില്ല വെറൈറ്റികൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് കുറേ ഐറ്റം ആയിട്ടുണ്ട്. അന്നേരം കുറേ ഇതേപോലെയുള്ള നല്ല ഒരുപാട് വിശേഷങ്ങളുണ്ട്. കുറച്ച് ബൊഗെയിൻ വില്ല വലിയ മദർ പ്ലാന്റ്, അതേപോലെ തന്നെ ഡബിൾ ഷെയ്ഡ്, ട്രിപ്പിൾ ഷെയ്ഡ് വെറൈറ്റിയൊക്കെ കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
അത് ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. അന്നേരം അതും കൂടെ ഒന്ന് ഓർക്കുക. അടുത്ത കൊല്ലം നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ബൊഗൈൻ വില്ലയുടെ നമ്മൾ ഉണ്ടാകും. ഏകദേശം ഒരു 5000 ബൊഗൈൻ വില്ല നമ്മളെ തൈ ഉണ്ടാക്കുന്നതായിരിക്കും അടുത്ത കൊല്ലം. നെക്സ്റ്റ് ഇയർ നമ്മൾ സെറ്റ് ചെയ്യും. മാത്രമല്ല, പറയാനുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ സെറ്റ് ചെയ്യും. ഇതേപോലെ നല്ലൊരു വരിക്കച്ചക്ക, അസ്തമയ സൂര്യൻ്റെ ചുമന്ന ചുള്ള വരിക്കച്ചക്ക, സദാനന്തപുരം വരിക്കച്ചക്ക, നല്ല അടിപൊളി വരിക്കച്ചക്ക ഇതാണ്ട് കണ്ടില്ലേ, അത് കട്ട് ചെയ്ത് അതിനകത്ത് നല്ലൊരു കഷ്ണം എടുത്ത് കഴിക്കാൻ പറ്റി. ഭയങ്കര സന്തോഷം കേട്ടോ. ഭയങ്കര രുചി എന്ന് പറഞ്ഞാൽ അസാധ്യ രുചിയാണ്. കൊതിപ്പിക്കാൻ വേണ്ടി ഇട്ടതാണെന്ന് വിചാരിക്കുക, വേറൊന്നും വിചാരിക്കരുത്. അത്യാവശ്യം കൊതി വരട്ടെ എന്ന് കരുതി തന്നെ ഇട്ടതാണ്. നല്ല രുചി എന്ന് പറഞ്ഞാൽ അസാധ്യമായ രുചി, ഒരു രക്ഷയില്ല. അന്നേരം ഇതേപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഇനിയും നമുക്ക് ഇടാനുണ്ട്. അന്നേരം നിങ്ങൾ മറക്കാതെ ഇതേപോലെ ഒരു ചക്കയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഞങ്ങളെയൊക്കെ ഒന്ന് ഓർക്കുക. നിങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നുണ്ട് കഴിക്കുമ്പോഴത്തേക്ക്. എന്നാലും കഴിക്കുമ്പോൾ ഒരു സുഖമില്ലേ, നല്ല രുചിയും ഒക്കെയാണ്. അന്നേരം ഇനി നമുക്ക് ഇതിലെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുമ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അന്നേരം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ സൈനിങ് ഔട്ട്. അന്നേരം എല്ലാവർക്കും ടാറ്റ.